വെൽക്കം ബാക്ക് ടു സകുടുംബ വ്ലോഗ്സ്. സകുടുംബ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലക്കറിയാണ്. ഏട്ടപ്പ് വന്നപ്പോഴത്തേക്കിനും കുറച്ച് ചൂരയുടെ തല വാങ്ങിച്ചുകൊണ്ട് വന്നു. തലക്കറി വെക്കണം, നാടൻ തലക്കറി വെക്കണം എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് വൃത്തിയാക്കുവാണ്. അപ്പോൾ നമുക്ക് തലക്കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അമ്മയാണ് മീൻകറി വെക്കുന്നത്. അമ്മയാണല്ലോ മീൻകറി വെക്കുന്നതിൻ്റെ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തേണ്ട തല വൃത്തിയാക്കുവാണ്. ചൂരയാണോ? ചൂരയാ. ഓരോരോ പണിയും കൊണ്ട് വന്നേക്കുന്നുണ്ട്. അവൻ ഇപ്പം ഇത് കൂട്ടിയില്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടാണ്. ഇപ്പം തലക്കറി ഏതോ വീഡിയോയിൽ എങ്ങാണ്ട് കണ്ടതാ തലക്കറിന്ന്. കണ്ടപ്പോൾ തല ഇങ്ങ് കൊണ്ടുവന്നു മേടിച്ചോണ്ട് വന്നിട്ട് കറി വെക്കാനാണ് പറയുന്നത്. വെച്ച് കൊടുത്തില്ല പിന്നെ ഉണ്ടല്ലോ അത് മതി. പിന്നെ എന്തായാലും ഇത് വെച്ച് കൊടുക്കട്ടെ. തല വെട്ടുകയാണ്. നിങ്ങളുടെയൊക്കെ മക്കൾ ഇങ്ങനെയാണോ? നിങ്ങളോടെ ഇവിടെ എല്ലാം അവൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ചെയ്ത് കൊടുക്കണം. ഇല്ല അവന് പിന്നെ അങ്ങ് അമ്മ ഞാൻ പറഞ്ഞ അമ്മ വെച്ച് തരത്തില്ല പറഞ്ഞു മോന്തം വിർവിച്ചിരിക്കും. ഇതിന്റെ ചെകിളയൊക്കെ നമ്മൾ കളയുന്നുണ്ടോ? അകത്തെ പൂ കളയാം. അതെ, ചെകിള നമുക്കതൊന്നും എടുക്കണ്ട. നമുക്കതൊന്നും വേണ്ട. ഓക്കെ, അപ്പം അമ്മ ഇത് ക്ലീൻ ചെയ്യട്ടെ. ഞാൻ കാണിക്കാം. അതെ, മീനെല്ലാം അമ്മ വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കേട്ടോ, തലയെല്ലാം നല്ലപോലെ വെട്ടി. കണ്ടോ, 2 തലയുണ്ടായിരുന്നു. തല വെട്ടി നല്ല സുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇത് കറി വെച്ചിട്ട് കൂട്ടി ചോറുണ്ടെന്ന് ഇപ്പം ഞങ്ങൾ കാണിക്കും. അതെ, അപ്പം നിങ്ങളൊക്കെ ഈ സമയത്ത് കടന്ന് കാണുമായിരിക്കും. അതിനുള്ള സമയമൊന്നും അല്ലേ, ഇപ്പോൾ സന്ധ്യയല്ലേ ആയുള്ളൂ. നമ്മളെല്ലാം കറി പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വെക്കും. ടേസ്റ്റ് കുഞ്ഞിനിടയ്ക്ക് നമുക്ക് വെക്കാൻ പറ്റുമോ? ഉരുളി അടുപ്പോട്ട് വെച്ചിട്ടുണ്ട്. അത് ചട്ടിക്കകത്ത് കിടന്നാൽ ശരിയാകത്തില്ല. അത് ഉരുളിക്കകത്ത് കിടന്ന് വെച്ചില്ല, വലുതായോണ്ട് തലച്ച് മുഴുത്തല്ലേ. അത് വെക്കാൻ പോവാണേ. ചട്ടി ചൂടായി എണ്ണ ഒഴിക്കാൻ പോവാം. വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഉലുവ ഇടുവാണ്. ഉലുവ പൊട്ടി വരുന്നുണ്ട്. ഈ കടുക് പൊട്ടി, ഉലുവായും പൊട്ടി, കടുകും പൊട്ടി. കടുക് പൊട്ടി മേത്ത് തെറിച്ചു. ഇതിനകത്തോട്ട് ഈ ചുമന്നുള്ളി പച്ചമുളകും കൂടെ ഒന്നിന് വഴന്ന് വരട്ടല്ലേ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് കൂട്ടാം. എല്ലാം കൂടെ ഒന്ന് കിടന്ന് നല്ലതുപോലെ യോജിച്ച് അല്ലേ, പച്ചമണമൊക്കെ ഒന്ന് മാറി ഉള്ളി ഒന്ന് വാടി ഇത് വരട്ടെ. എന്നിട്ട് നമുക്ക് കാണിക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടോ, പക്ഷെ കരിയാപ്പിലയില്ല. നിങ്ങൾ കരിയാപ്പില കൊണ്ട് ഇട്ടോ? എനിക്ക് കരിയാപ്പില ഇല്ല. ഞങ്ങൾ കരിയാപ്പില പിന്നെ വേറെ അങ്ങ് കരിയാപ്പില കഴിക്കാൻ ഞാൻ പോകത്തില്ല. ഉള്ളതും കൊണ്ടൊക്കെ വെക്കും. ഉള്ളതും കൊണ്ട് വെച്ചാൽ സൂപ്പറായിരിക്കും. അതെ, കരിയാപ്പില നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ഈ സന്ദർഭത്തിൽ ചേർത്തോ? ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതെ, ഈ മീൻ ശ്വാസം മുട്ടി മരിച്ച കണ്ണ് തള്ളി വന്നിരിക്കും. മീൻ ശ്വാസം മുട്ടി മരിച്ചാണോ നമ്മള് ഞെക്കി കൊന്നാണോന്ന് പറയുന്നത്. പാവം മീനുകൾ നല്ലപോലെ വാടി നല്ല അല്ലേ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇല്ല. മഞ്ഞപ്പൊടി നമുക്ക് അല്ലാതെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചൂടാകട്ടെ. കേശുകുട്ടനുണ്ട് അടുത്ത്. അവൻ ഈ കടന്നനി ബഹളം വെക്കുന്നത് കേട്ടോ. കേശുപിണ്ണാരം ഒച്ചയാണ് എപ്പോഴും കേൾക്കുന്നത് കേട്ടോ. നല്ലത് അമ്മ ഇന്നാളെ വെച്ച വേറെ രീതിയാണ്. ഇതിപ്പം തലയല്ലേ, തലക്ക് ഇച്ചിരി ഒരു ഇതായിക്കോട്ടെന്ന് വിചാരിച്ചാ ചെയ്ത് ഈ നല്ലതുപോലെ ഇതല്ലേ അമ്മേ. എൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറണം. എല്ലാം കൂടി ഇട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് വേണം നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാൻ. ഞാൻ തലക്കറി അതായത് തല നമ്മൾ കഷ്ണിച്ചാ കറി വെച്ചേക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ ഇപ്പോഴാണ് വെക്കുന്നത്. ആ അവന് എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളെ, എൻ്റെ വലിയവരെ, പെരിയോരെ, ഈ ചെറുക്കൻ എന്നെ ഞാനില്ലാതെ അവനൊരു ജീവിതം ഇല്ലെന്ന് അത് എടുക്കാനാ പറയുന്നത്. എങ്ങനെ എടുക്കും ഞാൻ അവനെ? ഓ, ഫോൺ മാറ്റിയിട്ട് അമ്മേ അച്ഛമ്മയെ കൊടുക്കാൻ. വെള്ളം ഇല്ലോട്ട് ഒഴിക്കാവേ. ഓക്കെ, ഒരു 3-4 കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇട്ടേക്കാം. അതിനകത്ത് കിടക്കട്ടെ. അതിൻ്റെ ഉപ്പ് പൊടിയും ഇടുവാണേ.
ആവശ്യത്തിന് ഇടാം, വേണമെങ്കിൽ പിന്നെ ഇച്ചിരി കൂടി ഇടാമല്ലോ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇച്ചിരിയുടെ വെള്ളം ഒഴിക്കാം. ഇനി ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ അതിൻ്റെ മഞ്ഞപ്പൊടി നമ്മൾ അതിൻ്റെ കൂടെ ഇട്ടില്ല. എന്താ ചെറുക്കൻ്റെ ചുമ കേട്ടോ? നിങ്ങളോർക്കും ചെറുക്കൻ ഇതിനകത്ത് വെച്ചേക്കുവാണ്. ചെറുക്കൻ മാറണ്ടേ അന്ന്, വെളിയിലോട്ടൊന്നും പോകണ്ടേ അവനെ? സമ്മതിക്കത്തില്ല അവൻ. തിളക്കട്ടെ, എന്നിട്ട് നമുക്കിടാം. അങ്ങനെ നമ്മുടെ തലക്കറിക്കുള്ള എല്ലാം തേർത്തു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് പൊടി, മുളക് പൊടി 2 സൈസും, കാശ്മീരി എരിവുള്ളത്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ചേർത്തു. പിന്നെ കടുകും ഉലുവായി ആദ്യം നമ്മൾ പൊട്ടിച്ചല്ലോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചുമന്നുള്ളി, പച്ചമുളക്, പിന്നെ ഉപ്പും പുളിയും ചേർത്തു, മഞ്ഞപ്പൊടിയും ചേർത്തതേ വെള്ളം ഒഴിച്ച് തിളയ്ക്കോ നല്ലോണം. കണ്ടോ? നമുക്ക് ഇതിലോട്ട് ആ സംഗതി അങ്ങോട്ട് എടുത്തിടാം. നമ്മുടെ പ്രധാനി, മീൻകറിയുടെ പ്രധാനിയായ മീൻ തല നമ്മൾ അതിലോട്ട് എടുത്തിടുവാണ്. ഓഹ്, ആ കണ്ണ് കണ്ടോ? ഇച്ചിരി കഷ്ണം ഉണ്ടായിരുന്നു, അതുകൂടെ ഇട്ടേക്കാം. അതെ, അങ്ങനെ തലയിട്ട് തലക്കറി തല കിടക്കുകയാണ്. തല അതിനകത്ത് കിടക്കുവാണ്. തലയുടെ മുകളിലോട്ട് ചെന്തെല്ലാം കോരി ഒഴിക്കാം. നമുക്ക് തിരിച്ചും മറിച്ചിട്ട് വേണം വേവിക്കാൻ. പിന്നെ ഒരുപാട് ചാറായിപ്പോൾ, നമുക്ക് ഒരുപാട് ചാറ് വേണ്ടല്ലോ. ചാറ് കുറച്ച് മതി. ഇവിടെ നമുക്ക് ചാറുകാരധികമില്ല, ആർക്കും അധികം ഇഷ്ടമല്ല. നല്ല കൊഴുത്തിരിക്കണം. അതെ, അതിനകത്ത് കിടന്ന് തിളച്ച് കഴിയുമ്പോൾ അതങ്ങ് റെഡി ആയിക്കോളും. അതെ, നമുക്കിവനെ ഒന്ന് സെറ്റിലാക്കി അടച്ചു വയ്ക്കാം. നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. വേഗട്ടെ. അങ്ങനെ നമ്മുടെ തല റെഡി ആയിട്ടുണ്ട്. അങ്ങോട്ട് നോക്ക് ഗൈസ്, വെന്തിട്ടുണ്ട്. ശകലം ചാറും കൂടെ വേണം പറ്റിക്കോട്ട്. ദേവ് പറയുന്ന ചാറ് ഇരിക്കട്ടെ എന്നാണ്. പക്ഷെ ഇച്ചിരി കൂടെ നല്ല ഇച്ചിരി കൂടെ പറ്റിക്കോട്ട് മതി. നമുക്ക് ഒത്തിരി ചാറ് വേണ്ടല്ലോ ഇവിടെ. ഓക്കെ, അപ്പൊ ഇച്ചിരി കൂടെ വറ്റിയിട്ട് കാണിക്കാം. ഓൾമോസ്റ്റ് എല്ലാം വെന്തു. അങ്ങനെ നമ്മുടെ തലക്കറി റെഡിയായി. വേണ്ടേ? തലക്കറി ഇനി ഇത് കൂട്ടി ഇച്ചിരി ചോറുണ്ണണം ഞങ്ങൾ. ചേച്ചി ഫോണെ പിടിക്കുക. കേശുവിന് എപ്പോഴും ഒരു ഫോണെ പിടുത്തു, അല്ലെങ്കിൽ അവനെ എടുത്തോണ്ടിരിക്കണം. ഞാനും കേശുവാണ് ഇന്ന് മീൻ കറി വെച്ചത്. ഇത് കണ്ടോ? ഇവന്റെ കാര്യം നിങ്ങൾ നോക്കേ. തേന്റെ മീൻകറി കൂട്ടുന്ന എല്ലാരും ഒടിവായോ തലക്കറി കൂട്ടാം.